ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ മുഹമ്മദ് യൂനസ് സർക്കാർ പരാജയപ്പെട്ടെന്നും യൂനസ് വംശഹത്യയിൽ പങ്കാളിയാണെന്നും ആരോപിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനു ശേഷം നടത്തിയ ആദ്യ പൊതുപ്രസംഗത്തിലാണ് ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഷെയ്ഖ് ഹസീന രംഗത്തെത്തിയത്. ന്യൂയോർക്കിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു ഹസീനയുടെ പരാമർശം. ഇന്ന് എനിക്കെതിരെ വംശഹത്യ ആരോപിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ യൂനസ് ആണ് വംശഹത്യ നടത്തുന്നത്. വളരെ സൂക്ഷ്മമായാണ് അവർ പദ്ധതി നടപ്പാക്കുന്നത്. വംശഹത്യക്ക് പിന്നിലെ സൂത്രധാരൻ യൂനസും വിദ്യാർത്ഥി കോർഡിനേറ്റർമാരുമാണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു. ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ ആരെയും അവർ വെറുതെ വിടുന്നില്ല. 11 പള്ളികൾ തകർക്കപ്പെട്ടു. ക്ഷേത്രങ്ങളും ബുദ്ധമത ആരാധനാലയങ്ങളും തകർത്തു. ഹിന്ദുക്കൾ പ്രതിഷേധിച്ചപ്പോൾ ഇസ്കോൺ സന്യാസിയെ അറസ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ പീഡനം? എന്തിനാണ് അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത്? ഷെയ്ഖ് ഹസീന തുറന്നടിച്ചു.